ചാനൽ മോണിറ്റൈസേഷൻ ആയത് 2024 ഈ വർഷമാണ്. പിന്നെ കുറേ യൂട്യൂബിൽ നിന്ന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കിട്ടി. അതൊക്കെ വലിയ കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളുമാണ്. എൻ്റെ കയ്യിൽ കിടന്ന കൈച്ചെയിൻ നഷ്ടപ്പെടുപോയത്. കൈച്ചെയിൻ ഉപരി ഒത്തിരിയോ സ്വർണ്ണം എന്നുള്ളതല്ല, എനിക്ക് കരിമണിയുടെ കൈച്ചെയിൻ ഇഷ്ടം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ റെസിപ്പി വീഡിയോസ് ആയിരുന്നു കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നും ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് വ്ളോഗ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിവ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കഞ്ഞി തിളപ്പിച്ച് വാർക്കാൻ പോവുകയാണ്. പിന്നെ കറികളൊക്കെ ഉണ്ട്, ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. പാവയ്ക്ക തീയലുണ്ട്, പിന്നെ വേറെന്താണ്, മത്തി വീര വറ്റിച്ചതുണ്ട്. അത് രണ്ടും ഉണ്ട്. അത് രണ്ടും എനിക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ്. പിന്നെ രാഹുലിന് ഇത് രണ്ടും കൂട്ടത്തില്ലാത്തതുകൊണ്ട് അവന് മോരുകറി തലേദിവസത്തെ ഇരിപ്പുണ്ട്, അതുമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാക്കണമെന്ന്, തോരൻ ഇരിപ്പുണ്ട്, ക്യാരറ്റ് തോരനും അവനും ഇരിപ്പുണ്ട്. ഞാൻ ഓർത്തില്ല, അവനതും ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് രണ്ടും മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ രാവിലെ കറിയൊന്നും ഉണ്ടാക്കണ്ടാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇടിയപ്പത്തിന് മാവൊക്കെ കുഴച്ച് വെച്ചു. അതിനുശേഷം മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയൊക്കെയുള്ള ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യണം. അതും ഇന്നലെ പുരട്ടി വെച്ചതാണ്. അതാകുമ്പോൾ രാഹുലിന് ഇഷ്ടമാണ്. അതും കൂടെ വറക്കുവാണെങ്കിൽ അവൻ ഓക്കെ ആവും. പിന്നെ നമ്മളുടെ പതിവ് കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 2024 തീരാൻ പോവാണ്, 2025 നമ്മൾ കടക്കുവാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പല പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പുതിയ ഓരോ തീരുമാനങ്ങൾ എടുത്താണ് ഓരോ വർഷത്തിലും കിടക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പം ഈ വർഷം കുറേ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ ചീത്ത കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം മോണിറ്റൈസേഷൻ ആയെന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടി, അതും നല്ലൊരു കാര്യമാണ്. പിന്നെ എന്താണ്, കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളിലുമൊക്കെ കുറേശ്ശെയൊക്കെ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി. ഈ ഡിസംബർ മാസത്തിൽ, നവംബറിൽ എൻ്റെ വിസ റിന്യൂവലിൻ്റെ സമയത്ത് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, വേസ്റ്റിൽ കൊണ്ട് കളഞ്ഞാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ പാസ്പോർട്ട് എവിടെയോ മിസ്സായിപ്പോയി. ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യമല്ലേ പാസ്പോർട്ട്. നാട്ടിലോട്ടൊന്ന് പെട്ടെന്നൊന്ന് പോകണമെങ്കിൽ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയതിന് വേണ്ടിയിട്ട്. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഏറ്റവും വലിയൊരു വിഷമമായിപ്പോയി. കാരണം നമുക്ക് നാട്ടിൽ കുറച്ച് പൈസയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒത്തിരി പൈസയിലുപരി നമുക്കതിന് വേണ്ടിയിട്ട് പോകാനും അതിന് സമയം കണ്ടെത്താനും അതൊരു നഷ്ടം തന്നെയാണ്, ഏറ്റവും വലിയ നഷ്ടമാണ്. നമുക്ക് നമ്മുടെ രേഖകൾ നമ്മൾ നാട്ടിലോട്ട് പോകാനും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരാനും ഒക്കെയുള്ള നമുക്ക് പിന്നീടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ ആവുമല്ലോ എന്നുള്ള വെപ്രാളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ ചേട്ടനും രാഹുലും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പുതിയതെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു 2 ആഴ്ചയോളം ഞങ്ങളിവിടെ തപ്പി നോക്കി, ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. അതെവിടെയോ ഞാൻ തന്നെ എടുത്ത് കളഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വേറെ എവിടെയോ വെച്ച് മറന്നതല്ല സംഭവം. അതിനുശേഷം പിന്നെ ഞാനിതെല്ലാം തപ്പി നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന കൈച്ചെയിൻ, അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മോൻ വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൈച്ചെയിനായിരുന്നു. അത് കരിമണിയുടെ കൈച്ചെയിനായിരുന്നു. എനിക്ക് കരിമണിയുടെ കൈച്ചെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടും വാങ്ങിച്ചു തരായിരുന്നിട്ട് എനിക്ക് രാഹുൽ കുട്ടൻ മേടിച്ച് തന്നതാണ്, എൻ്റെ മോൻ മേടിച്ച് തന്നതാണ്. എനിക്ക് ഭയങ്കര സങ്കടമായപ്പോൾ. അത് ഒത്തിരി സ്വർണ്ണമൊന്നും ഉള്ളതല്ല, എന്നാലും സ്വർണ്ണത്തിൻ്റെ അല്ലല്ലോ, നമ്മുടെ മക്കൾ ആദ്യമായിട്ട് നമുക്കൊരു സാധനം മേടിച്ച് തരുമ്പോൾ അത് പോകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സങ്കടമാണ്. പിന്നെ അവനും പറഞ്ഞു, ചേട്ടനും പറഞ്ഞു സാരമില്ല, ഒന്നും പോകട്ടെ, അമ്മയ്ക്ക് വേറെ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അത് ഞാനിവിടെ എല്ലാം നോക്കി എവിടെയാണ് പോയെന്നറിയത്. ഇത് രണ്ടും അടുപ്പിച്ച് എനിക്ക് ഈ വർഷത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം എന്താണ്, എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും വലിയ അപകടങ്ങൾ വരാൻ ഉള്ളതിനെ ചെറിയതായിട്ട് നമുക്ക് ദൈവം ഒന്ന് മാറ്റി തന്നതാണെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക്
വേറെന്തോ വരാവുന്ന സമയത്തായിരിക്കും ചെറിയ ചെറിയ തട്ടുകൾ തന്ന് നമ്മളെ ഒഴിവാക്കി വിടുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുവാണ്. അത് കൊച്ചും അവനും പറഞ്ഞു അമ്മ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് ഇപ്പം നമ്മൾ ആ പാസ്പോർട്ടിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുവാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം UAയിലും അല്ല വിദേശ രാജ്യങ്ങളിൽ എവിടെ വെച്ചെങ്കിലും നമുക്ക് പാസ്പോർട്ട് മിസ്സായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഞാൻ പോയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു. അപ്പം ഞാൻ പേടിച്ചു പോയി, ഇത് ഇത്രയും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിനെന്ന് വിചാരിച്ച് ഞാൻ വല്ലാതെ അങ്ങ് ടെൻഷനായിട്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ട കാര്യങ്ങളൊന്നും പോലെയല്ല, ഒത്തിരി നടക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. 2-3 വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ സ്ഥലങ്ങളിൽ പോകേണ്ടതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അത് ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ദൈവം വലിയ അസുഖങ്ങളൊന്നുമില്ല, ചെറിയ അസുഖങ്ങളൊക്കെ തന്ന് പിന്നെ അതൊക്കെ തന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയത്തില്ലെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ബുദ്ധിമുട്ടുകളും ഒക്കെ ആയി ഈ 2024 നമുക്കങ്ങ് പറഞ്ഞു വിടാം. അടുത്ത വർഷം ഒരു നല്ല വർഷമായിട്ട് എല്ലാവർക്കും തീരാനായിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല വർഷമായിട്ട് തീരാനായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും അല്ലാതെയുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ അവനവൻ്റെ കുറച്ച് നാളുള്ള ജീവിതം സന്തോഷത്തോടും സമാധാനത്തോടും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണാതിരിക്കത്തില്ല. അതൊക്കെ എന്തായാലും തരണം ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോകണം. അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മീൻകറിയൊക്കെ അപ്പോൾ ആ സമയം കൊണ്ട് റെഡിയായി, സാധനങ്ങളൊക്കെ എല്ലാ കറികളെല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ ഇത് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻകറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് മീൻകറിയുടെ കാര്യം ഞാൻ മറന്നുപോയതാണേ. മീൻകറി ഉച്ച കഴിഞ്ഞിട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. രാവിലെ കറികളൊക്കെ റെഡിയാക്കി അവരെ പറഞ്ഞു വിട്ടു. വർത്തമാനം പറഞ്ഞതിനിടയ്ക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നുപോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗിലെ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്നും നമ്മൾ അതൊക്കെ തന്നെയല്ലേ പറയുന്നത്. ഒരു ദിവസമെങ്കിലും ഒരു മാറ്റം വേണ്ടേ. അപ്പോൾ ഈ കാര്യമൊന്നും നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ, അപ്പോൾ ഈ കാര്യമൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.